നമ്മുടെ എംഎൽഎമാരുടെ ശമ്പളവും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. കേരളത്തിലെ എംഎൽഎമാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കുറച്ച് കൂടുതലല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. എംഎൽഎമാരുടെ അടിസ്ഥാന ശമ്പളം 1400 രൂപയാണ്, മാസത്തിൽ കിട്ടുന്നതാണ്. ഇനി എംഎൽഎമാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് നോക്കാം. അതാണ് ഒരുപാട് പറയാനുള്ളത്. എംഎൽഎക്ക് സ്വന്തം മണ്ഡലത്തിൽ യാത്ര ചെയ്യുവാൻ ഒരു മാസത്തിൽ 25,000 രൂപ ലഭിക്കും. ഇതൊക്കെ എല്ലാ മാസവും കിട്ടുന്നതാണ്. ടെലിഫോൺ ചാർജായി 11,000 രൂപ ലഭിക്കും. പിന്നെ ഇൻഫർമേഷൻ അലവൻസ് എന്ന പേരിൽ 4,000 രൂപ ലഭിക്കും. ധരിക്കുന്ന വസ്ത്രങ്ങളുടെ മെയിന്റനൻസിനായി 8,000 രൂപ, ട്രാവൽ അലവൻസായി 20,000 രൂപ കൂടി ലഭിക്കും. നേരത്തെ പറഞ്ഞ സ്വന്തം മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യാനുള്ള തുക കൂടാതെയാണ് ഈ 20,000 രൂപ കൂടി ട്രാവൽ അലവൻസായി ലഭിക്കുന്നത്. അത് മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയാണ്. പിന്നെ എംഎൽഎക്കും ഭാര്യ അഥവാ ഭർത്താവ് പിന്നെ മക്കൾക്കും ചികിത്സ സൗജന്യമാണ്. വാഹനങ്ങളിൽ ഇന്ധനം നിറക്കാനായി വർഷത്തിൽ 3 ലക്ഷം രൂപയും ലഭിക്കും. സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു ദിവസത്തേക്ക് 1,200 രൂപ ലഭിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിന് പലിശയില്ലാതെ 10 ലക്ഷം രൂപ ലോൺ ലഭിക്കും. പിന്നെ ഒരു വർഷത്തേക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി 15,000 രൂപ കിട്ടും. ഇതുകൂടാതെ ആക്സിഡന്റ് കവറേജായി 20 ലക്ഷം രൂപ ലഭിക്കും. പിന്നെ ഓഫീസ് സ്റ്റാഫിനെ നിയമിക്കുന്നതിനായി 20,000 രൂപ ലഭിക്കും. KSRTC ബസ്സിലും പിന്നെ സർക്കാരിന്റെ മറ്റ് പൊതു ഗതാഗത സംവിധാനങ്ങളിലും യാത്ര സൗജന്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആജീവനാന്തകാലം പെൻഷൻ ലഭിക്കും എന്നതാണ്. ഇനി വേറൊരു അലവൻസ് ആണ്, ഇവരുടെ മണ്ഡലത്തിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കുവാൻ 8,000 രൂപ ലഭിക്കും. പിന്നെ ഒരു നിയമസഭാ അസംബ്ലി നടക്കുമ്പോൾ 750 രൂപ ലഭിക്കും. ട്രെയിനുകളിൽ ഫസ്റ്റ് ക്ലാസ് യാത്രയും സൗജന്യമാണ്. നേരത്തെ പറഞ്ഞ പെൻഷന്റെ കാര്യം വ്യക്തമായി നോക്കാം. 2 വർഷം MLA സ്ഥാനത്തിരുന്നെങ്കിൽ 8,000 രൂപ പെൻഷൻ ലഭിക്കും. 3 വർഷമാണെങ്കിൽ 12,000 രൂപ ലഭിക്കും. 4 വർഷമാണെങ്കിൽ 15,000 രൂപയും 5 വർഷമാണെങ്കിൽ മീൻസ് കാലാവധി തികയ്ക്കുകയാണെങ്കിൽ 20,000 രൂപ പെൻഷനായി ലഭിക്കും. പിന്നെ പലർക്കുമുള്ള സംശയമാണ്, ഒരാൾ ഒന്നിൽ കൂടുതൽ തവണ MLA ആയാൽ, അതായത് 10ഉം 15ഉം വർഷം MLA ആയാൽ ഓരോ 5 വർഷത്തെയും 20,000 രൂപ കൂട്ടി ഒരുപാട് തുക പെൻഷൻ കിട്ടുമെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. ആദ്യത്തെ 5 വർഷങ്ങൾക്ക് ശേഷം ഓരോ വർഷവും MLA ആവുന്നതിന്റെ കണക്കിൽ, അതായത് വർഷങ്ങളുടെ കണക്കിൽ 1,000 രൂപ വെച്ച് കിട്ടും. എന്ന് വെച്ചെങ്കിൽ 10 വർഷം ഒരാൾ MLA ആവുകയാണെങ്കിൽ ആദ്യത്തെ 5 വർഷത്തിന്റെ 20,000 രൂപയും പിന്നെ ഓരോ വർഷത്തിന്റെ 1,000 രൂപയും വെച്ച് 10 വർഷം MLA ആയി ഇരിക്കുന്ന ആൾക്ക് പെൻഷന്റെ കണക്കിൽ 25,000 രൂപ ലഭിക്കും. എന്നാൽ ഈ പെൻഷൻ തുകയ്ക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട്. മുൻ MLAക്ക് പെട്രോൾ അലവൻസായി ഒരു മാസം 6,250 രൂപ ലഭിക്കും. പിന്നെ മറ്റൊന്ന് 70 വയസ്സ് കഴിഞ്ഞാൽ 3,000 രൂപയും 80 വയസ്സ് കഴിഞ്ഞാൽ 3,500 രൂപയും ഇവർക്ക് അഡീഷണൽ ആയി ലഭിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒരു MLA ആയാൽ കൊല്ലാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഈ പറഞ്ഞ ശമ്പളത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും കാര്യം പറഞ്ഞപ്പോൾ ഓർത്തുപോയ ഒരു കാര്യമാണ് ഈ MLA-മാരുടെ അഥവാ നിയമസഭാ അംഗങ്ങളുടെ ശമ്പള വർധനവിന്റെ ബില്ല് വരുമ്പോൾ അതിന് പ്രതിപക്ഷത്തിന്റെ ഒരു ബഹളമോ കോലാഹലമോ ഉണ്ടാവില്ല എന്ന കാര്യം. അത് പിന്നെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് അവർക്കും ഗുണമുള്ള ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ശമ്പളം വീണ്ടും വർദ്ധിപ്പിച്ചോ എന്ന കാര്യമൊക്കെ പലപ്പോഴും പൊതുജനങ്ങൾ കാര്യമായി ശ്രദ്ധിക്കാത്ത കാര്യമാണ്. സംഭവം ഇത്രയും വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ MLA സ്ഥാനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ബഹളങ്ങൾ ഉണ്ടാവുന്നതും ചില നേതാക്കൾ പാർട്ടി മാറി വേറെ പാർട്ടികളിലേക്കൊക്കെ പോകുന്നതും അങ്ങനെയൊക്കെ. കാരണം ഒരു തവണ MLA ആയി വിജയിച്ചാൽ പിന്നെ ജീവിതം സുഖകരമായി കൊണ്ടുപോകാമല്ലോ. നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുടെ ജീവിതമല്ല, MLA-മാരുടെ സ്വന്തം ജീവിതമാണ്. പിന്നെ MLA ആവാൻ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ടുള്ള വ്യക്തിയായിരിക്കണം. അതേപോലെ 25 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ ലുണാട്ടിക് അഥവാ ഭ്രാന്തുള്ള വ്യക്തിയാവാൻ പാടില്ല. ചിലരുടെ പെരുമാറ്റം കണ്ടാൽ ഈ അവസാനം പറഞ്ഞ കാര്യം ശരിക്കും പരിഗണിക്കാറില്ല എന്ന് തോന്നാറുണ്ട്. തമാശയായി പറഞ്ഞതാണ്. പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കൊരു MLA ആവണമെന്ന് അതിയായി ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. പക്ഷെ അതിന് കുറച്ച് പൈസയൊക്കെ കെട്ടിവെക്കാനുണ്ട്. എന്നാലും നിങ്ങൾ ഒരു MLA ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. പിന്നെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല, പൈസ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കാര്യം, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന MLA-മാരും അതേപോലെ തന്നെ പൈസ ഇങ്ങനെ ദൂർത്തടിക്കാത്ത MLA-മാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.